എന്തിനാ വിഷമിക്കുന്നേ? വിഷമിക്കണ്ടെന്നേ. നമ്മുടെ ജീവിതം നമ്മൾ ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് പടരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. വിഷമിക്കണ്ട. നമ്മൾ ഒരു വലിയ ഒരു പൂന്തോട്ടം കാണുമ്പോൾ അതിൽ നല്ല ഭംഗിയുള്ള ഒരുപാട് പൂക്കളുണ്ടാവും. പക്ഷേ ആ പൂക്കളിൽ നിന്നും നമ്മൾ ഒരു പൂക്കൾ ഇങ്ങോട്ട് പറിച്ചെടുക്കും നമ്മുടെ മനസ്സിലേക്ക്. ആ പൂവിനെ പറിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതിയെന്നേ. നല്ലൊരു പൂവിനെ പറിച്ചെടുത്ത് മനസ്സിൽ വെച്ചാൽ മതി. പക്ഷേ ആ പൂ വാടാതെ നമ്മൾ നോക്കണം. ചിലപ്പോൾ ആ പൂ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ചിലപ്പോൾ ചെറിയ ഒരു വാട്ടം വരും. അതും കഴിഞ്ഞ് കുറച്ച് കൂടി ദിവസങ്ങൾ കഴിയുമ്പോൾ ആ പൂ കൊഴിഞ്ഞു പോകും. ആ കൊഴിഞ്ഞു പോകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഒരു കുഴപ്പം നമ്മുടെ ജീവിതത്തിൽ വരില്ല. നമ്മൾ ഒരുപാട് പൂക്കളെ കാണുമ്പോൾ അതിന്ന് ഒരു പൂക്കൾ പറിച്ചെടുത്ത് ആ പൂ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അത് ചെറിയൊരു വാട്ടം തുടങ്ങി അതിനുശേഷം ചിലപ്പോൾ പൊഴിഞ്ഞു പോകാൻ തുടങ്ങും. പക്ഷേ ആ പൊഴിഞ്ഞു പോകാൻ നമ്മൾ അനുവദിക്കാതിരുന്നാൽ മതിയെന്നേ. നമ്മൾ അതിനെ നല്ല വളവും നല്ല പരിചരണവും കൊടുത്ത് നമ്മുടെ മനസ്സിൽ അങ്ങനെ സൂക്ഷിച്ച് വെച്ചാൽ മതി. ആ പൂവിന് ഒരു വാട്ടം ഉണ്ടാവില്ലെന്നേ. ഇതാണ് നമ്മുടെ ജീവിതം. അപ്പം നമ്മൾ ജീവിക്കുമ്പോൾ നമ്മളായിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ ഒരു പൂവിനും ഒരു വാട്ടവും വരില്ല. നമ്മളൊക്കെ ആ പൂ വാടാൻ വേണ്ടി കാത്തിരുന്നു. എന്തിന്? നമ്മുടെ ജീവിതം അങ്ങനെ ആയിപ്പോയി. അപ്പം നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ഒരു പൂവിനെയും വാടാൻ അനുവദിക്കരുത്. നല്ല വളവും നല്ല വെള്ളവും നല്ല പരിചരണം കൊടുത്ത് നന്നായിട്ട് സംരക്ഷിച്ചാൽ മതി. ഒരു പൂവും വാടില്ലാന്നേ. നമ്മൾ വിഷമിക്കണ്ട. നല്ല രീതിയിൽ തന്നെ ആ പൂ നല്ല പുഞ്ചിരിയോടെ വിടർന്ന് നിൽക്കുന്ന നല്ലൊരു പൂവായിട്ട് മാറും. അപ്പം നമ്മളെ ജീവിതം അതുപോലെ കളറായിട്ട് നമുക്ക് അടിച്ചു പൊളിച്ച് ജീവിക്കാൻ നമുക്ക് കഴിയും. അതാണ് ഇന്ന് നമ്മുടെ ജീവിതം. നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പം നമ്മൾ കാണുന്നില്ലേ, ഒരുപാട് പൂക്കൾ വാടുകയും കൊഴിയുകയും അത് മണ്ണോട് മണ്ണ് ചേർന്നിരിക്കുന്നൊക്കെ നമ്മൾ കാണുന്നില്ലേ. അങ്ങനെ മണ്ണോട് മണ്ണോട് ചേർന്നിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആ പുഷ്പത്തെ നമ്മൾ നല്ല വളവും കൊടുത്ത് നല്ല പരിചരണം കൊടുത്ത് നല്ല പൂവായിട്ട് ഇങ്ങനെ വിരിച്ച് നമ്മളിങ്ങനെ എല്ലാം നല്ല രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പൂവും വാടില്ലാന്നേ. ഇതാണ് നമ്മുടെയൊക്കെ ജീവിതം. അപ്പോൾ എന്തായാലും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.